ഹലോ ഫ്രണ്ട്സ്, ഇൻഫിനിറ്റി പെയിൻറ്ററിൻ്റെ മറ്റൊരു പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻഫിനിറ്റി പെയിൻറ്ററിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണിത്. ഇതിൽ നിന്നും അനാട്ടമിക് കാലിഗ്രാഫി എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി പെയിൻറ്ററിൻ്റെ ബിഗിനർ ഗൈഡ് എന്ന രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, എന്നിട്ട് ഈ ഒരു വീഡിയോ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൂൾസിനും കാര്യങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഡ്രോയിങ്ങിന് ഞാൻ ഒട്ടനവധി ടൂൾസോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യമായി എഡിറ്റിങ്ങിൻ്റെയും അതുപോലെ ടൂൾസും ബ്രഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായ രീതിയിൽ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാന്നുള്ളത് കാണിക്കാം. അതിനായിട്ട് മേലെയുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിനാൽ അവിടെ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കാണിക്കും. ആ ഒരു ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗാലറി എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിലേക്കോ അല്ലെങ്കിൽ ഫയൽ മാനേജറിലേക്കോ നേരിട്ട് കടന്ന് അതിൽ നിന്നും ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് ടിക്ക് നൽകാവുന്നതാണ്. ഇനി നിങ്ങളിവിടെ റെഫറൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റെഫറൻസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. റെഫറൻസ് എന്ന എല്ലായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ ക്ലോൺ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇമേജ് ലെയർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. ട്രേസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ട്രേസ് തന്നെ കൊടുക്കുക. അപ്പോൾ ട്രേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ മേലെ പ്ലസ് നയിക്കണം കാണാം, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ലെയർ റെഡ് കളറിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. പിന്നെ ഏതൊരു ഡ്രോയിങ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ട്രേസ് എന്ന് കൊടുത്ത ആ ഒരു ഓപ്ഷനിൽ ചെന്ന് ഒരിക്കലും ഡ്രോയിങ് ചെയ്യാൻ പാടില്ല. അത് ആ ഒരു ഫോട്ടോയ്ക്ക് മേലെയായിരിക്കും ഡ്രോയിങ് വരിക. ഇനി ബ്രഷ് പരിചയപ്പെടാം. ബ്രഷിൻ്റെ നെയിം ബീട്രിക്സ് എന്നാണ് ഇവിടെ കാണുക. ഇൻഫിനിറ്റി ഡിസൈനർ ലാസോ ബ്രഷ് എന്നുള്ളത് ഇവിടെ ബീട്രിക്സ് എന്നും അതുപോലെ സോളിഡ് പെൻ എന്നും കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ നെയിം വ്യത്യാസം വരും. ഓരോ ആപ്ലിക്കേഷൻ്റെ എല്ലാ വേർഷൻ അനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. അതുപോലെ ടൂൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാസി ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ഇൻഫിനിറ്റി ഡിസൈനിലുള്ള സെയിം ടൂളാണ്. ഇനി ചെയ്യുന്നത് റെഫറൻസ് ഫോട്ടോയുടെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. അത് എനിക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുന്ന ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. അതും ബാക്ക്ഗ്രൗണ്ടിലെ ട്രേസ് എന്ന ഓപ്ഷൻ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കളർ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇമേജ് എന്ന് കൊടുത്തതിനാൽ നമുക്ക് ആ ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ കളർ പിക്ക് ചെയ്തിട്ട് അടിയിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ പിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് കളർ സെലക്ട് ചെയ്ത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഡ്രോയിങ് ചെയ്ത് വരുമ്പോൾ ഓവറായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും നൽകണമെന്ന് ഞാൻ പറയുന്നില്ല. കൊടുക്കുന്നുണ്ട്, കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ ഓവർ ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ നൽകുന്നില്ല. ജസ്റ്റ് ഔട്ട്ലൈൻ കൊണ്ട് മാത്രമാണ് ചെറിയ രീതിയിലൊന്ന് ചെറിയൊരു ഡീറ്റെയിലിംഗ് മാത്രമേ നൽകുന്നുള്ളൂ. അങ്ങനെ ഹെയറിൻ്റെ ഭാഗം ഡ്രോയിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ഔട്ട്ലൈനും കൂടി ഇടുക. അപ്പോൾ അത് ഷർട്ടിൻ്റെ ഭാഗത്തേക്ക് ഔട്ട്ലൈൻ ഇടുമ്പോൾ മുഴുവനായ ഔട്ട്ലൈൻ ഇടണ്ട. എന്താ പറയുക, ആ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ നൽകേണ്ടതില്ല. ഡ്രസ്സിലാണ് നമ്മൾ നെയിം എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ ഫേസിൽ നിന്ന് തന്നെ, അതുപോലെ ഹെയറിൽ നിന്നും ഫേസിൽ നിന്നും ഡ്രസ്സിലേക്കൊക്കെ ഒന്ന് വ്യാപിക്കുന്ന രീതിയിലേക്കായിരിക്കും ഈ ഒരു കാലിഗ്രാഫി ചെയ്യാറുള്ളത്. ചില ടൈപ്പിൽ ചില ആൾക്കാർ ചെയ്യുന്നതാണ്. ഞാനിവിടെ ഡ്രസ്സിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് നെയിം ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഔട്ട്ലൈൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഐയുടെ ഔട്ട്ലൈൻ ഇടാനായിട്ട് ഞാനിവിടെ ടാപ്രൈഡ് ഇങ്കർ എന്ന് പറഞ്ഞ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ ലാസി ടൂളും യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഐയുടെ ഔട്ട്ലൈൻ നൽകുന്നത്. ഇൻഫിനിറ്റി ഡിസൈനിലെ ടാപ്രൈഡ് ബ്രഷ് തന്നെയാണ് ഇവിടെ ടാപ്രൈഡ് ഇങ്കർ എന്ന നെയിമിൽ അറിയപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന ആപ്ലിക്കേഷൻ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഡിസൈനിൽ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി തന്നെ പിക്ചർ കിട്ടും. പക്ഷേ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഡ്രോയിങ് ചെയ്യുന്നത് ഒരു പെയിൻറ്റിങ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ചെറിയ ഒരു ഗ്ലിച്ച് ടൈപ്പ്, ഒരു കള്ളി ടൈപ്പ് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പെയിൻറ്റിങ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ സേവ് ചെയ്തതിന് നല്ല ഹൈ ക്വാളിറ്റിയിലേക്ക് സേവ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇൻഫിനിറ്റി ഡിസൈനിൽ വരച്ചതുപോലെ തന്നെ ഉണ്ടാകും.
ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ടാപ്പറഡ് ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഓക്കെ, ഇതിൻ്റെ ഇതൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒപ്പാസിറ്റി ഞാൻ നേരത്തെ കുറച്ച് വെച്ച് വേറെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ടൂൾസിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഞാൻ പാത്ത് എന്ന ടൂൾ യൂസ് ചെയ്യുന്നതാണ്. പാത്ത് എന്ന ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റി ഡിസൈനിൽ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ഇൻഫിനിറ്റി ഡിസൈനിൽ നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഔട്ട്ലൈൻ ഇടാറ്, വലിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാറ്. ഇവിടെ പെൻ ടൂൾ ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് മാറ്റമുണ്ട്. ഇവിടെ യൂസ് ചെയ്യേണ്ടത് ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ ഇടുന്നതിന് പകരം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലോക്ക് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ആ ഒരു ഏതാണ് ബ്രഷ് എടുക്കുന്നത് ആ ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലൈനിന് മേലെ കൂടെ വരന് ടെക്ക് നൽകിയാൽ മാത്രമേ അവിടെ ഔട്ട്ലൈൻ വരികയുള്ളൂ. അതിന് പകരം ഇവിടെ പാത്ത് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഈ പാത്ത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ ഇടാൻ സാധിക്കും. ഇനി മെയിനായിട്ടുള്ള മെത്തേഡിലേക്കാണ് കിടക്കുന്നത്. ഇനി ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് എഴുതിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പുതിയ ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഔട്ട്ലൈൻ്റെ താഴേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയിൽ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് വരച്ച് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ഔട്ട്ലൈൻ ഇടാനായിട്ട് ഇവിടെ ഒരു ലെറ്റർ എഴുതാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിലാണ് വാക്സി പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ലെറ്റർ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ലെറ്റർ ചെയ്ത് വന്ന ആ ഒരു മെത്തേഡ് നോക്കാം നിങ്ങൾക്ക്. ജസ്റ്റ് ആ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് ആ ഒരു ലെറ്ററിൻ്റെ ഷേപ്പ് മാറും. എന്ന് വെച്ചാൽ നമ്മൾ സ്കെച്ച് ബുക്കിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റീവ് സ്ട്രോക്കൊക്കെ യൂസ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുന്നത്. ഇൻഫിനിറ്റി പെയിൻറ്ററിൽ പ്രസ് ചെയ്ത് പിടിച്ചാലുള്ള കിട്ടുന്ന ഓപ്ഷൻ. ഓക്കെ, ഇനി ഞാനിവിടെ നേരത്തെ റെഫറൻസ് ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം, അതിൻ്റെ ഒരാവശ്യം നമുക്കിവിടെ ഇല്ല. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ ഇട്ട് ആ ഒരു അറ്റത്ത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്ലൈന് കറക്റ്റ് നേരെയായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക ആ ഒരു ഔട്ട്ലൈൻ. നിങ്ങൾ ഏത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ആ ബ്രഷ് കൊണ്ട് വരച്ചതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്ലൈൻ കറക്റ്റ് അളവിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാനിവിടെ ഇടുന്ന ഓരോ ഓരോ ലെറ്ററുകളും ഞാനിപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ ഇട്ട് അവസാനിപ്പിച്ച് വെച്ച എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ അവസാനിച്ച ആ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തെ അവസാനിച്ച ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരാത്ത രീതിയിൽ കറക്റ്റായിട്ടുള്ള അളവിൽ എൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായി കാണുന്നതിനും മനസ്സിലാവും. ഓക്കെ.
അങ്ങനെ ഇവിടെ മുഴുവനായി ലെറ്ററുകളും എഴുതി കഴിഞ്ഞു. ഞാനത് കറക്റ്റായിട്ട് അതിനുള്ളിൽ കൊള്ളിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ ടൈപ്പിൽ തന്നെ എഴുതുക, പുറത്തേക്കൊന്ന് വലിച്ചു നീട്ടി ലെറ്ററുകൾ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെയുള്ള ആ 2 ലെറ്ററിൻ്റെയും അതുപോലെ ഔട്ട്ലൈനിൽ നേരെ മെർജ് ചെയ്തിട്ടുണ്ട്. മെർജ് ഓപ്ഷൻ ഇവിടെ സൈഡിൽ കാണാം. ഇനി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് ഞാനിവിടെ ഷാഡോ എഫക്റ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനി ടൂൾസിലേക്ക് വന്ന് അവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഞാൻ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ വന്ന് കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ ബ്ലർ എന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ അത് കൊടുത്ത് ഇനി ഇവിടെ അടിയിൽ 50% എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഞാൻ കുറക്കാണ്. പരമാവധി ഒരു 10, 11, 12 ആക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു ലൈറ്റ് ഷാഡോ നൽകുവാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഹൈഡും അൺഹൈഡും ആക്കി കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ ഷാഡോ നൽകി. ഇനി ചെയ്യേണ്ടത് ടൂൾസിലേക്ക് വന്ന് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ നൽകുക. എന്നിട്ട് അതിനെ കുറച്ച് താഴോട്ടേക്ക് വലിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷാഡോ എഫക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് കുറച്ച് താഴോട്ടേക്ക് വലിക്കുന്നത്. താഴോട്ടേക്ക് വലിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ചെയ്യുന്ന ഇവിടെ ആ ഒരു ഷാഡോ ലെയറിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വെക്കുകയാണ്. ഓവറായിട്ട് വേണ്ട, എന്നാൽ ലൈന് വീണ പോലത്തുണ്ട്. ഓക്കെ, അങ്ങനെ ഇത്രയും ചെയ്തതോടുകൂടി നമ്മുടെ അനാറ്റമിക് കാലിഗ്രാഫി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കളർ, ഇതിൻ്റെ ഒരു അനാറ്റമിക് കാലിഗ്രാഫിയുടെ ഒരു കളർ വേർഷൻ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.